നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നെയ്മർ വിരമിച്ചു. ബ്രസീലിൻ്റെ ഇതിഹാസ താരം നെയ്മർ നോർവേക്കെതിരായ ലോകകപ്പ് മത്സരത്തിൽ തോറ്റ് ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായതോടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അത്യന്തം നാടകീയമായ മത്സരത്തിൽ നോർവേ 1-2 ഗോളുകൾക്കാണ് ബ്രസീലിനെ തോൽപ്പിച്ചത്. ഇതോടെ നെയ്മർ ഈ മത്സരത്തിൽ 70-ാമത്തെ മിനിറ്റിൽ പകരക്കാരനായാണ് ഇറങ്ങിയത്. അദ്ദേഹം ഇഞ്ചുറി ടൈമിൻ്റെ 10-ാമത്തെ മിനിറ്റിൽ, അതായത് മൊത്തം കളിയുടെ 100-ാമത്തെ മിനിറ്റിൽ പെനാൾട്ടി ഗോളിലാക്കി മാറ്റിയിരുന്നു. ആ ഗോള് 80-ാമത്തെ ഗോളായിരുന്നു ബ്രസീലിന് വേണ്ടി നെയ്മർ നേടിയത്. നെയ്മർ 129 മത്സരങ്ങളാണ് മൊത്തം ബ്രസീലിന് വേണ്ടി കളിച്ചത്. 80 ഗോളുകൾ അദ്ദേഹം നേടി. സാക്ഷാൽ പെലെയെ മറികടന്ന് ബ്രസീലിൻ്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനാണ് നെയ്മർ. പക്ഷേ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വളരെ നിരാശയോടെയാണ് മടങ്ങുന്നത്. അത്യന്തം നിർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് നെയ്മർ വിരമിക്കുന്നത്. നോർവേയോട് തോറ്റ ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നത് ഹൃദയവേദനയോടെയാണ് നെയ്മർ കണ്ടത്. നെയ്മർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മൈതാനം വിട്ടത്. എന്തായാലും നെയ്മർ ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം ആരാധകർ ഉൾക്കൊണ്ടേ മതിയാകൂ. അത് കുറച്ച് സമയമെടുക്കും. പക്ഷേ നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ ലോകകപ്പിൽ വെറും 2 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. സ്കോട്ട്ലൻഡിനെതിരായ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ 15 മിനിറ്റ് 75-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം പകരക്കാരനായി കളിച്ചത്. പിന്നീട് അദ്ദേഹം ഇന്ന് നോർവേക്കെതിരെ 70-ാമത്തെ മിനിറ്റിൽ പകരക്കാരനായും വന്നു. അങ്ങനെ 2-2 മത്സരത്തിലാണ് ഈ ലോകകപ്പിൽ കളിക്കാൻ കഴിഞ്ഞത്. പരിക്ക് അത്രമാത്രം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. എന്തായാലും 1 ഗോളും അടിച്ചു ഈ ലോകകപ്പിൽ. അദ്ദേഹം ഏറെ നിരാശനായി നെയ്മർ മടങ്ങുകയാണ്.